പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ചറിയാൻ അവസരമൊരുക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവർക്കുള്ള മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ചറിയാൻ അവസരമൊരുക്കണം. ഇതിനായി ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്ത് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാൻ അവസരമൊരുക്കുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്ത് എത്തിക്കും. പുതുതലമുറയുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവർക്കുള്ള മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡിന്റെ വിതരണ ചടങ്ങിലായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അവരുടെ ഭാവിയിലെ സ്വപ്നങ്ങളെ കുറിച്ച് അറിയുവാനുള്ള അവസരം നമുക്ക് ഒരുക്കണം. ലിജു, നമുക്ക് കൂട്ടായി ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ലോകത്താകമാനം നടക്കുന്ന മാറ്റങ്ങളെ, വിജ്ഞാനത്തിന്റെ പുതിയ അറിവുകളെ കായംകുളത്ത് എത്തിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം എന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന ഉറപ്പാണ് ഈ എക്സലൻസ് അവാർഡിൽ ആദ്യം മുന്നിട്ട്. നമുക്കറിയണം ലോകത്തെ മികച്ച മാറ്റങ്ങൾ, മികച്ച മാതൃകകൾ നമുക്കറിയണം, നമുക്ക് ചർച്ച ചെയ്യപ്പെടണം. ഇപ്പൊ ഞാൻ അടുത്തിടെ ഞാൻ വായിച്ച ഒരു കാര്യം, ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട്. 2009 ABC ചാനൽ തുടങ്ങി വെച്ച ഒരു സീരിയലാണ്. സീരിയൽ എന്ന് പറഞ്ഞാൽ ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവാണ്. അപ്പൊ ഷാർക്ക് വളരുന്ന ടാങ്ക്, ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞ ആശയം ഇങ്ങനെയാണ്: ലോകത്തിലെ പ്രശസ്തരായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച വൈദഗ്ധ്യമുള്ളവർ ഒരിടത്തിരിക്കുന്നു. അവരാണ് ഷാർക്കുകൾ, അവരാണ് സ്രാവുകൾ. പുതിയ ആശയങ്ങളുള്ള കുട്ടികൾ അവരുടെ മുമ്പിൽ അവരുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യുകയാണ്. ഷാർക്കുകൾക്ക് മുമ്പിൽ അവരുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഏറ്റവും മികച്ച ഒരു ഇന്നോവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ സ്പോട്ട് ചെയ്യപ്പെടുകയാണ്. പറയുന്നു, ഈ ആശയം കൊള്ളാം, ഞങ്ങൾ ആ ആശയത്തെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പണത്തിന്റെ കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ഫണ്ട് ചെയ്യും, നിങ്ങൾക്ക് ടെക്നോളജിയുടെ കുറവുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഫണ്ട് ചെയ്യും. ഷാർക്ക് ടാങ്ക് എന്നൊരു ആശയം കേരളത്തിൽ, നമ്മുടെ ലോകത്താകമാനം നിരവധി സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിച്ചു. ഞാനിത് എടുത്തു പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ ലോകത്താകമാനമുള്ള എത്തിപ്പെടാനുള്ള അവസരം ഉണ്ടാവില്ല. എന്നാൽ പുതിയ ലോകം ഈ പരിമിതികളെ അതിജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ നിരവധി ഷാർക്കുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിരാശരാകേണ്ടതില്ല. നമ്മുടെ ആശയമാണ് നമ്മുടെ കരുത്ത്. കായംകുളത്തെ ഓരോ കുട്ടിക്കും അത്തരം ഒരു ആശയത്തിന്റെ കരുത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ആശയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം, നിങ്ങളുടെ കഴിവുകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഡിജിറ്റൽ ഡിവൈഡിന്റെ കാലം കഴിഞ്ഞ് നോളജ് ഡിവൈഡിന്റെ കാലത്തേക്ക് കടന്നിരിക്കുന്നു. ലോകത്താകമാനം നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കും അറിയാൻ കഴിയണം. കായംകുളത്തിന്റെ പുതുതലമുറ സ്വപ്നം കാണുകയാണ്. പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെ കുറിച്ച് അറിയാൻ അവസരമൊരുക്കണം. ഇതിനായി ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്ത് കൊണ്ടുവരും. കുട്ടികളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാകുകയും ചെയ്യും. വേരുകളിൽ ഊന്നി നിൽക്കുന്ന പ്രലോഭനങ്ങളെ ചെറുക്കുന്ന നവസൃഷ്ടാക്കളാകും കായംകുളത്തിന്റെ പുതുതലമുറയെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.